السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികൾ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, ഇന്ന് നമ്മുടെ വിഷയം എന്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മൾ ചെയ്യുന്ന സ്വലാത്തും സലാമും. ഖുർആനിൽ 89ഓളം സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ ഒരു സ്ഥലത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആദ്യം യാ അയ്യുഹല്ലദീന ആമനു എന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും തീർച്ചയായിട്ടും പ്രവാചകർക്ക് സ്വലാത്ത് നേർന്നു. ഇന്നല്ലാഹ വ മലായികതഹു, അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലായിക്കളും തീർച്ചയായിട്ടും പ്രവാചകർക്ക് സ്വലാത്ത് നേർന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളെന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് സ്വലാത്തും സലാമും അർപ്പിക്കണം, നിങ്ങൾ ചെയ്യണം. അള്ളാഹു എങ്ങനെയാണോ പ്രവാചകർക്ക് സ്വലാത്ത് ചൊല്ലുന്നത്, അള്ളാഹുവിൻ്റെ അളമത്തിനും അള്ളാഹുവിൻ്റെ ജലാലിയത്തിനും യോജിച്ചു നിനക്ക് അള്ളാഹു സ്വലാത്ത് സമർപ്പിക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു എന്നല്ല. എന്താണ് അത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരുടെ ദർജ ഉയർത്തിക്കൊണ്ടേയുണ്ട്, ഉയർത്തിക്കൊടുക്കുന്നു. സനാഉഹു വ തഅളീമുഹു, ആ പ്രവാചകരുടെ മദ്ഹുകളും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളമത്തും ശ്രേഷ്ഠതയും ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് അള്ളാഹു പ്രവാചകർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത്. മലായിക്കത്ത് എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? പ്രവാചകർക്ക് മഹത്വം ദർജ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥനയാണ് സ്വലാത്ത്. ഈ സ്വലാത്ത് നമ്മൾക്ക് വേണ്ടിയാണ്. സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ആ അർത്ഥത്തിൽ വാജിബാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലൽ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രാവശ്യം കേൾക്കുമ്പോൾ ആദ്യമെങ്കിലും ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. മറ്റതൊക്കെ സ്വലാത്ത് സുന്നത്ത് മുഅക്കദാണ്. സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. രാവിലെയും വൈകിട്ടും സ്വലാത്ത് ചൊല്ലണം, രാവിലെയും വൈകിട്ടും. എന്തിനു വേണ്ടി? നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് വേണ്ടി എന്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? നമ്മളെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നമ്മളെ ദുലുമാത്തിൽ നിന്നിട്ടും ഇരുട്ടുകളിൽ നിന്നിട്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി. ഇരുട്ടിൽ നിന്നും വെളിച്ചം കാണിച്ചു തന്നു. നമ്മൾ യഥാർത്ഥ മനുഷ്യരാക്കാനുള്ള ഹിദായത്ത് കാണിച്ചു തന്നു. നമ്മളാക്കിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നമ്മുടെ കടപ്പാടാണ് നമ്മൾ സ്വലാത്തിലൂടെ നിർവഹിക്കുന്നത്. അപ്പം നമ്മുടെ എത്ര കണ്ട് നമ്മുടെ സ്വലാത്ത് കുറയുന്നുവോ അത്ര നമ്മുടെ കടപ്പാടുകളും കടമകളും കുറയുകയാണ്, നമ്മുടെ ഹക്ക് കുറയുകയാണ്. അത്രത്തോളമായിരിക്കും നമ്മുടെ ആഖിറത്തിൽ നമ്മുടെ നിലപാടുകൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിന് അർഹരാവണമെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നമ്മുടെ ഉഖ്റവിയായിട്ടും ദുനിയവിയുമായിട്ടുമുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകിട്ടും 10 സ്വലാത്ത് ചൊല്ലുന്ന അവസ്ഥ ഉണ്ടാകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ വീടുകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ ഭാര്യ, ഇവരൊക്കെ
ഇത് അവർക്ക് ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ട പണിയാണ്. അപ്പോൾ ആ നിലക്കുള്ള സലാത്ത് കേവലം ഒരു സലാത്ത് ഹൽക്കയിലൂടെയോ അല്ലെങ്കിൽ റബ്ബുൽ അവ്വലിലൂടെ മാത്രമല്ല ഈ സലാത്ത് ഒതുങ്ങുന്നത്, മറിച്ച് നിത്യം നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാകണം. എന്തുകൊണ്ട്? ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദ, ഒരു സ്വലാത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് വേണ്ടി ചൊല്ലിയാൽ അത് പ്രാർത്ഥനയാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേണ്ടി 10 സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ദർജകൾ ഉയർത്തുന്നു, നമ്മളെപ്പറ്റി നമ്മുടെ നന്മകൾ മലായിക്കത്തോട് പറയുന്നു, നമ്മുടെ ദർജകൾ കൂട്ടുന്നു, നമ്മുടെ തെറ്റുകൾ അത് പുറത്തു വരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഉഖ്റവിയായ പ്രശ്നമാണ്. ഉഖ്റവിയായ പ്രശ്നങ്ങൾക്കും ദുനിയവിയായ പ്രശ്നങ്ങൾക്കും നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈമാനികമായ വൈകല്യങ്ങളൊക്കെ നന്നാക്കിയെടുക്കാനും നമ്മുടെ ഈമാനികമായ ഉണർവ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പല കാര്യങ്ങളിലും ഒരു കാര്യമാണ് സ്വലാത്ത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലുന്നു. ഹുവല്ലദീ യുസല്ലി അലൈക്കും വൽ മലായിക. ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലൽ? നമ്മളെ സനാഉഹു ഇൻദൽ മലായിക, നല്ല അടിമയെപ്പറ്റി മലക്കിനോട് പറയുന്നതാണ്. മലക്കിനെ നമ്മളെപ്പറ്റി പറയും. മാത്രമല്ല നമ്മൾക്ക് ഇന്ന റഹ്മത്തി വസിഅത്ത്, എൻ്റെ റഹ്മത്ത് വസിഅത്ത് അലാ കുല്ലി ഷൈഇൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്താണ് ആ ഇരുട്ടിൽ നിന്നിട്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ സ്വലാത്താണ്. ഹുവല്ലദീ യുസല്ലി അലൈക്കും വൽ മലായിക, മലക്കുകളും അള്ളാഹും നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പ്രവാചകർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. ഈ സ്വലാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹു നമ്മളെപ്പറ്റി മലക്കളോട് പറയുന്ന നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന മാർഗങ്ങൾ അള്ളാഹു നമ്മൾ കാണിച്ചു തരും. അള്ളാഹു റഹ്മത്തിൽ അള്ളാഹു നമ്മളെ പൊതിയും. അപ്പോൾ ആ നിലക്ക് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക. അതിൻ്റെ സീഗ ഏറ്റവും ചെറുത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അഫ്ളലായ സ്വലാത്ത് നമസ്കാരത്തിൻ്റെ അകത്താണെങ്കിൽ സ്വലാത്ത് ഇബ്രാഹിം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്ന ആ സ്വലാത്ത്. അതിൻ്റെ കൂടെ സലാമും നമ്മൾ നമസ്കാരത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നമ്മുടെ ഏത് പ്രശ്നവും, നമ്മുടെ ആങ്ഷൈറ്റി, നമ്മുടെ ഡിപ്രഷൻ, നമ്മുടെ വൈയക്തിക, കുടുംബ, സാമൂഹിക, വിദ്യാഭ്യാസ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രവാചകരെ സ്നേഹിക്കുന്നതിലൂടെ, പ്രവാചകരെ അനുധാവനം ചെയ്യുന്നതിലൂടെ, പ്രവാചകരെ സ്നേഹിക്കുവാനും അനുധാവനം ചെയ്യുവാനുമുള്ള തൗഫീഖ് ലഭിക്കണമെങ്കിൽ പ്രവാചകർക്ക് വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് വർദ്ധിപ്പിക്കാതെ ഇതിന് അവസരം ലഭിക്കുന്ന സാധ്യത കുറവാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് ആ കാര്യബോധമുള്ള, പ്രവാചകരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, റബ്ബുൽ അവ്വൽ മാത്രമല്ല എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് തിങ്കളാഴ്ച, അതുപോലെ ഓരോ നിമിഷവും 24 മണിക്കൂറും ഓരോ നമ്മുടെ വൈയക്തിക, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ എല്ലാ മേഖലയിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും അനുധാവനം ചെയ്യുന്ന, ഓർക്കുന്ന, സ്വലാത്ത് ചൊല്ലുന്ന യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ സുന്നിയായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി നമ്മൾ മരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.